പരിശുദ്ധ ഖുർആനിലെ 12 ആയത്തുകളുള്ള ഒരു ചെറിയ സൂറത്തല്ല, 2 പേജുണ്ട് ആ സൂറത്ത്. പക്ഷേ 12 ആയത്തുകളേ ഉള്ളൂ. ഈ സൂറത്ത് ഓതുന്നവർക്ക് കിട്ടുന്ന മഹത്തായ ചില നേട്ടങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞുതരാം. സുബ്ഹാനല്ലാഹ്. അതിൽ മുഖ്യമായിട്ട് മഹാന്മാരെടുത്ത് പറഞ്ഞാൽ ഈ അദാ ദൈൻ എന്ന ദൈൻ എന്ന് വെച്ചാൽ കടം. അപ്പം കടം വീട്ടാനുള്ളൊരു വഴി കൂടിയിട്ടാണ് ഈ ഒരു സൂറത്ത് എന്ന്. ഈ സൂറത്ത് ഓതിയാൽ കടം വീടും ഉറപ്പാണ് എന്ന് ഞാൻ പറയുന്നു. അതോടൊപ്പം തന്നെ അതിനുള്ള തെളിവുകളും ഇൻഷാ അല്ലാഹ് പറഞ്ഞുതരാം. അപ്പോൾ ചില ആളുകൾക്ക് സംശയം ഉണ്ടാവും, ഈ സൂറത്ത് ഓതി വെറുതെ കുത്തിയിരുന്നാൽ മതിയൊന്ന്. അതിനുള്ള മറുപടിയും പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ്. വീഡിയോ മുഴുവനായി കേൾക്കുക. കൊടിയ കടമുള്ള ആളുകൾ, കോടിക്കണക്കിന് കടമുള്ളവർ, ലക്ഷക്കണക്കിന് കടമുള്ളവർ, ആയിരങ്ങൾ കടമുള്ളവർ ആരായിരുന്നാലും ശരി, നമുക്ക് വന്നു ബാധിച്ച കടങ്ങൾ തീരാനും നമുക്ക് തന്ന റിസ്കിൽ വിശാലത ഉണ്ടാകാനും നമ്മുടെ കാര്യങ്ങൾ അള്ളാഹു ഏറ്റെടുക്കാനും മരിക്കുന്നതിന് മുമ്പ് നസൂഹായ തൗബ ചെയ്ത് മരണപ്പെടാനും ഒക്കെ അവസരം ലഭിക്കുന്ന മഹത്തായ ഒരു കുഞ്ഞൻ സൂറത്ത് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് പഠിക്കാം, ഓതാം, ജീവിതത്തിൽ പതിവാക്കാം. വീഡിയോ മുഴുവനായി കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. പ്രത്യേകിച്ച് കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന നമ്മുടെ കുടുംബാദികൾ, കൂട്ടുകാർ, അവരിലേക്കൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കാൻ മറക്കാതിരിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ കുല്ലി ശൈത്താനിൻ വഹമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ. എൻ്റെ പ്രിയപ്പെട്ട ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാർ, ഉപ്പമാർ, സഹോദരന്മാർ, സഹോദരിമാർ, എല്ലാവർക്കും അല്ലാഹു റാഹത്തും സന്തോഷവും നൽകട്ടെ. അല്ലേ? കടക്കണിയിൽപ്പെട്ട എത്രയോ ആളുകൾ വിളിച്ചിട്ട് സാധേ കടമാണ്, ദുരിതങ്ങളിലാണ്, പ്രയാസത്തിലാണ്, ദാരിദ്ര്യത്തിലാണ്, നിങ്ങൾ ദുആ ഇറക്കണേ എന്ന് പറഞ്ഞവരുണ്ട്. പ്രശ്നപരിഹാരങ്ങൾ തേടിയവരുണ്ട്. അല്ലാഹു എല്ലാവർക്കും സമാധാനം നൽകട്ടെ. കടം ബാധിക്കുക എന്നുള്ളത്, കടത്തിൽ പെട്ടുപോകുക എന്നുള്ളത്, കടത്തിൽ കടന്ന് മുങ്ങിക്കുളിക്കുക എന്നുള്ളതൊക്കെ വലിയ പ്രയാസമുള്ളൊരു സംഗതിയാണ്. പുറമെ ഈ കടങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾ ചിലപ്പോൾ പുറമേ നിന്ന് ഇങ്ങനെ ചിരിക്കാനോ അല്ലെങ്കിൽ അവർക്കിങ്ങനെ അതൊക്കെ ഇപ്പോൾ എന്തെങ്കിലും ഉണ്ടോ എന്നിങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാകും. അതൊക്കെ ഇപ്പോൾ കിടന്ന് ബേജാറാകാനുണ്ടോ എന്ന്. എന്നാൽ അത് ആ ആഴത്തിലേക്ക് പെട്ടുപോയ ആളുകൾക്കാണ് അതിൻ്റെ വേദന അറിയുന്നത്. ഒരു സ്വസ്ഥത ഉണ്ടാവില്ല, സമാധാനം ഉണ്ടാവില്ല. ഗൾഫിൽ ജോലി ചെയ്യുന്ന എത്രയോ സഹോദരങ്ങൾ എന്നെ വിളിച്ചിട്ട് സങ്കടം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉറങ്ങിയിട്ട് മനസ്സമാധാനമായിട്ട് ഉറങ്ങിയിട്ട് ദിവസങ്ങളായി എന്ന്, കിടന്നിട്ട് ഉറക്കം വരുന്നില്ല എന്ന്. അവർക്കൊക്കെ അല്ലാഹു സമാധാനം നൽകട്ടെ, സ്വസ്ഥത നൽകട്ടെ. പല ആളുകളും ഉറക്കിൽ കിടന്ന് അറ്റാക്ക് വന്നിട്ട് മരണപ്പെട്ടു പോകുന്ന എത്രയോ സംഭവങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. എന്തേ കാരണം എന്നറിയോ? ഇവർ ഉറങ്ങുമ്പോൾ ഉള്ള ചിന്തയും ഇത് തന്നെയാണ്. എങ്ങനെയാണിത് പരിഹരിക്കുക, ഇതെങ്ങനെയാണ് വിട്ടുക, ഈ ചിന്തയിൽ കിടക്കുക. അപ്പോൾ റാഹത്തായിട്ട് അവർക്ക് സ്വസ്ഥമായിട്ട് ഉറക്കം കിട്ടില്ല. സ്വസ്ഥമായിട്ട് ശരീരത്തിന് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അവരുടെ ശരീരത്തിന് അത് ബാധിക്കും, വല്ലാതെ വിഷമം ഉണ്ടാക്കും, പ്രയാസം ഉണ്ടാക്കും. അത് ഇതുപോലുള്ള അറ്റാക്ക് പോലെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കി അവർക്ക് മരണത്തിലേക്ക് കീഴടങ്ങേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക? ടെൻഷൻ നമ്മുടെ കൽബിൽ നിന്ന് മാറണം, ടെൻഷൻ ഫ്രീ ആക്കണം. ഈ കടബാധിത പെട്ടുപോയ ആളുകൾ, അവരോട് ഞാൻ പറയാനുള്ളത്, നമുക്ക് കടങ്ങൾ അള്ളാഹു നൽകുന്ന ഒരു പരീക്ഷണമാണ്. കടം എന്നുള്ളത്, ദൈന് എന്നുള്ളത് ഒരു പരീക്ഷണമാണ്. ഈ പരീക്ഷണം അള്ളാഹു തന്നെയാണ് നീക്കിത്തരേണ്ടത്. അല്ലേ? നമ്മൾ പെട്ടുപോയി, ഓക്കെ, നമ്മുടെ എന്തോ ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ രോഗം കാരണമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ മക്കളുടെ വിവാഹ കാരണം ബന്ധപ്പെട്ടായിരിക്കാം, അല്ലെങ്കിൽ വീട് വെക്കാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ജോലി ആവശ്യത്തിനാകാം, മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാകും, എന്തോ ആയിക്കോട്ടെ. എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ പെട്ടുപോയിട്ട് എന്ത് ചെയ്ത് കടത്തിൽ അകപ്പെട്ടു. ഇത് അള്ളാഹു നൽകിയ ഒരു പരീക്ഷണമാണ്. ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്ത് കടക്കണം, മോചനം കിട്ടണം. ഇത് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നവരാണ്. പെട്ടെന്ന് എന്ത് ചെയ്യണം? അതിൽ നിന്ന് കടക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ചില ആളുകളുണ്ട് കടം വെറുതെ വാങ്ങിക്കൂട്ടുന്ന ആളുകൾ. അവരെ പറ്റിയല്ല ഈ ചർച്ച കേട്ടോ. അവരെ സംബന്ധിച്ച് ചർച്ചയില്ല. ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ അവരെ പറ്റി പറഞ്ഞിരുന്നു. അതൊന്നും കേൾക്കാത്തവരൊന്ന് പോയി കേൾക്കാം. നമ്മുടെ ചാനലിലുണ്ട്. 2-3 ദിവസം മുമ്പുള്ള വീഡിയോ ആണെന്ന് തോന്നുന്നു. കടം വാങ്ങിയവരും കൊടുക്കുന്നവരും അറിഞ്ഞിരിക്കേണ്ട ചില വിഷയങ്ങൾ പറഞ്ഞ ഒരു വീഡിയോ കഴിഞ്ഞ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് നമ്മൾ ചെയ്തിരുന്നു. ഇൻഷാ അല്ലാഹ് നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ ഈ കടം സ്ഥിരമായി വാങ്ങലൊരു സ്വഭാവമാക്കിയ ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചല്ല ഈ ചർച്ച, മറിച്ച് പെട്ടുപോയ ആളുകളെ സംബന്ധിച്ചാണ്. അവർക്ക് രക്ഷ കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ്. ഒരുപാട് വഴികൾ മുത്തുനബി തങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ നോക്കിയാൽ കടം വീടാനുള്ള വഴി പറഞ്ഞു തരുന്നുണ്ട്. കൂട്ടത്തിൽ കാണാം സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യൽ, വാഖിഅ സൂറത്ത് പാരായണം ചെയ്യുക, വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയതുപോലെ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് വഴികൾ പറഞ്ഞു തരുന്നുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ടാണ് ഒരു 12 ആയത്തുള്ള ഒരു ചെറിയ സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്യാമെന്ന്. 12 ആയത്തുള്ള ഒരു കുഞ്ഞൻ സൂറത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവിടുത്തെ ഹദീസുകളിലൂടെ ഒരുപാട് വിഷയങ്ങൾ അതിനെപ്പറ്റി പറയുന്നുണ്ട്. ലി അദാ ഇദ്ദൈനി, കടം വീടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വന്ന് പെട്ടുപോയ ഏത് മേഖലയിൽ വന്നതായിക്കോട്ടെ. ചില ആളുകൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് കുടുങ്ങിയ ആളുകളുണ്ട്. ലോൺ എടുക്കുന്നതിനെ പ്രേരിപ്പിക്കുകയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. മുമ്പ് ഇങ്ങനെ ഒരു ലോണുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തപ്പോൾ ഏതോ ഒരു സഹോദരൻ വിവരമില്ലായ്മ കൊണ്ട് പറയുന്നത് ഉസ്താദ് ലോൺ എടുക്കാൻ പ്രേരിപ്പിക്കുന്നു എന്ന്. ഞാനൊന്നിൻ്റെ ഏജൻസി ഒന്നുമല്ല, ഞാൻ ലോൺ എടുക്കാൻ പ്രേരിപ്പിക്കുന്നു എന്ന്. അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? അല്ലേ? ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു തന്നാൽ ഖുർആനകത്ത് പറയേണ്ടത് ഇസ്തിഗ്ഫാർ ചൊല്ലണം. ഇസ്തിഗ്ഫാർ പാപം പൊറുക്കാൻ വേണ്ടിയിട്ട് ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ മതി എന്ന് പറയുമ്പോൾ ഒരാൾ വിചാരിക്കുകയാണെന്ത്, അപ്പോൾ ഇസ്തിഗ്ഫാർ ചൊല്ലുക പ്രേരിപ്പിക്കുക, ഇസ്തിഗ്ഫാർ ചൊല്ലണം എന്ന് പറയലോട് കൂടിയിട്ട് അതുകൊണ്ട് പറയുന്നത് എന്താ? അള്ളാഹു പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു എന്നാണ്. അങ്ങനെയാണോ തെറ്റിദ്ധരിക്കേണ്ടത്?
നമ്മളൊരു പരിഹാരമാർഗം പറഞ്ഞു തരുമ്പോൾ അത് ചെയ്യാൻ കൽപ്പിക്കുന്നതാണ്. മറിച്ച് ലോണിൽ പെട്ടുപോയ ആളുകൾ, ഇപ്പോൾ എന്തെങ്കിലും സാഹചര്യത്താൽ ലോൺ എടുത്ത് പെട്ടുപോയ ആളുകൾ അതിൽ നിന്ന് രക്ഷപ്പെട്ട് കിട്ടാൻ ഒരു വഴിയുണ്ട് എന്നാണ് പറഞ്ഞത്. അതിൽ നിന്ന് മോചനം കിട്ടാൻ, ഒന്ന് കരകയറാൻ ഒരു പരിഹാരമാർഗം കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ആ പലിശ കടത്തിൽ നിന്ന് കിഴയിൽ നിന്നും അവർ രക്ഷപ്പെട്ട് കിട്ടും എന്നാണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അത് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലായി. ബുദ്ധി ഇല്ലാതെ വളഞ്ഞ വഴിയിൽ ചിന്തിക്കുന്ന ചില ആളുകൾ ഉണ്ടാവുമല്ലോ, എല്ലാവരും ഇപ്പം നേർവഴിയിലാകണം എന്നില്ല ചിന്തിക്കുന്നത്. അപ്പം അത്തരത്തിലുള്ള ആളുകളോട് പറഞ്ഞാണ് എന്ത്, ഈ പറഞ്ഞു തരുന്ന സംഗതിയാണെങ്കിലും കടം വീടാനുള്ളൊരു വഴി പറഞ്ഞു തരിക. അത് ഏത് കടത്തിൽ പെട്ടുപോയ ആളാകട്ടെ, പലിശക്കടത്തിലാകട്ടെ, അല്ലാത്ത കടത്തിലാകട്ടെ, എങ്ങനെയും പെട്ടുപോയ ആളുകൾ അവർക്ക് അതിൽ നിന്ന് മോചനം കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇഖ്റ അവർ എന്ത് ചെയ്യണം, പാരായണം ചെയ്യണം. എന്നാൽ മാത്രമല്ല ദവാമുൻ അലാ ഖിറാഅത്തി സൂറത്തു തഹരീം. സൂറത്തു തഹരീം, തഹരീം എന്നൊരു സൂറത്തുണ്ട്. യാ അയ്യുഹൻ നബിയു ലിമ തുഹർരിമു മാ അഹല്ലല്ലാഹു ലക് തബ്തഗി മർളാത അസ്വാജിക തുടങ്ങിയിട്ട് സൂറത്തു തഹരീം. നമ്മുടെ സൂറത്തുൽ മുൽക്ക് അറിയില്ലേ, തബാറക സൂറത്ത്. തബാറക സൂറത്തിന്റെ തൊട്ട് മുമ്പുള്ള സൂറത്ത്, തബാറക സൂറത്തിന്റെ തൊട്ട് മുമ്പുള്ള സൂറത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തരികയാണ്. തബാറക സൂറത്ത് നമ്മൾ നിത്യം ഓതുന്ന സൂറത്താണ്. ഈ തബാറക സൂറത്ത് അതിന്റെ തൊട്ട് മുമ്പുള്ള സൂറത്താണ് സൂറത്തു തഹരീം. സൂറത്തു തഹരീം ആരെങ്കിലും ദായിമാക്കിയാൽ, നിത്യമാക്കിയാൽ, എല്ലാ ദിവസവും ഓതിയാൽ, കേവലം 2 പേജ് മാത്രമേ ഉള്ളൂ, വളരെ മനോഹരമായി ഓതാൻ പറ്റിയ ആയത്തുകളാണ്, വെറും 12 ആയത്തുകൾ. ആരെങ്കിലും നിത്യമായി പതിവാക്കി കഴിഞ്ഞാൽ അദാ ഉദ്ദൈൻ, കടത്തിൽ നിന്നും മോചനം, കടം വീട്ടാനുള്ള വഴി അള്ളാഹു അവർക്ക് തുറന്നു കൊടുക്കും. അത് അവരുടെ സമ്പത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കും. ചിലപ്പോൾ ഈ കടം തന്നെ വാങ്ങിയ ആള്, തന്ന ആള് ചിലപ്പോൾ എന്ത് ചെയ്യും, അത് വേണ്ടെന്ന് വെച്ച് ഒഴിവാക്കി തരാനൊക്കെ അത് സബബായി തീരും. അള്ളാഹു എത്രയും പെട്ടെന്ന് കടക്കണിയിൽ നിന്ന് മോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് അള്ളാഹു നൽകിയ റിസ്കിൽ വിശാലത ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമുക്ക് നൽകിയ സമ്പത്തിൽ ബർക്കത്ത് ഉണ്ടാകണം, സമ്പത്തിന് ഉയർച്ച ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇഖ്റഉ സൂറത്തു തഹരീം ഫിൽ ലൈൽ, രാത്രി സമയത്ത് സൂറത്തു തഹരീം പാരായണം ചെയ്യാം. രാത്രി കിടക്കുന്നതിന് മുമ്പ് ഈ കേവലം 12 ആയത്തൊന്ന് ഓതിയിട്ട് കിടന്നുറങ്ങാം. അള്ളാഹു നിങ്ങൾക്ക് നൽകിയ റിസ്കിൽ വിശാലത ചെയ്യും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, എനിക്കും നിങ്ങൾക്കും ഓതാനുള്ള ഭാഗ്യം നൽകട്ടെ. ഇപ്പൊ കട ഒന്നും ഇല്ല എന്ന് കരുതിയിട്ട് ഓതാതിരിക്കേണ്ട, മറിച്ച് നമുക്ക് കിട്ടിയതിൽ ബർക്കത്ത് വേണമല്ലോ. നമുക്ക് നൽകിയ സമ്പത്തിൽ, ജോലിയിലൊക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ നിയ്യത്ത് വെച്ചിട്ട് എന്ത് ചെയ്യാം, രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇശാ നിസ്കാര ശേഷമോ മഗ്രിബ് നിസ്കാര ശേഷമോ ഒക്കെ എന്ത് ചെയ്യാം, സൂറത്തു തഹരീം എന്ത് ചെയ്യുക, രാത്രി ആവണം എന്നേ ഉള്ളൂ, ഏതെങ്കിലും സമയത്ത് തഹരീം സൂറത്ത് ഓതിയിട്ട് കിടക്കുക. ഇനി ആ കൂട്ടത്തിൽ ഇപ്പോൾ കാണാം, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, മരീൽ രോഗികളായ ആളുകൾ, അതുപോലെ തന്നെ വെള്ളപ്പാണ്ട് ബാധിച്ച ആളുകൾ. വെള്ളപ്പാണ്ട് വരിക എന്നുള്ളത് വലിയ പ്രയാസമുള്ള സംഗതിയാണല്ലോ. കുറേ ആളുകൾ എൻ്റെ ഒരു ദ്വാരക്കാൻ ഏൽപ്പിച്ച ഒരു കൂട്ടത്തിൽപ്പെട്ടാണെന്ത്, മക്കളുടെ ശരീരത്തിൽ വെള്ളപ്പാണ്ട് കാണുന്നുണ്ട്, അവർ സ്വന്തം ശരീരത്തിൽ വെള്ളപ്പാണ്ട് കാണുന്നത്, കല്യാണവുമായി ബന്ധപ്പെട്ട് കല്യാണം നടക്കണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിഷമം പറഞ്ഞവരുണ്ട്. അത്തരത്തിലുള്ള ആളുകൾ, അതുപോലെ തന്നെ മത്സ്വായ ആളുകൾ, ഈ കുത്തേറ്റ ആളുകൾ, തേനീച്ച അതുപോലെയുള്ള പ്രാണികളുടെ കുത്തേറ്റ് അങ്ങനത്തെ വിഷമം, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, വിഷം തീണ്ടിയ ആളുകൾ, അല്ലെങ്കിൽ ഇനി അതല്ലാത്ത ചില ദുസ്വഭാവമുള്ള ആളുകൾ, ചില ആളുകളുടെ സ്വഭാവം എന്ത് ചെയ്യുക, ഈ ഭ്രാന്ത് പിടിച്ച പോലെ പെരുമാറാം. ഭ്രാന്തനല്ല, മറിച്ച് എന്ത് ചെയ്യുക, ചില ആളുകളുണ്ടാവും ഒരു മൂഷാട്ട സ്വഭാവമുള്ള ആളുകൾ, ഭ്രാന്ത് പിടിച്ച സ്വഭാവമുള്ള ആളുകൾ, ചില ഭർത്താക്കന്മാരുടെ സ്വഭാവം, ചില ഭാര്യമാരുടെ സ്വഭാവം, ചില അമ്മായിയമ്മമാരുടെ സ്വഭാവം, സഹോദരങ്ങളുടെ സ്വഭാവം ഒക്കെ ചിലപ്പോൾ എന്ത് ചെയ്യുക, ഉൾക്കൊള്ളാൻ പറ്റാത്ത സ്വഭാവമുള്ള ആളുകൾ. അത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ അതിൽ നിന്ന് മോചനം കിട്ടാൻ, ചിലപ്പോൾ അവർക്ക് മോചനം കിട്ടണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇഖ്റഉ അലൈഹി സൂറത്തു തഹരീം, ഇവരുടെ മേലെന്ത് ചെയ്യുക, സൂറത്തു തഹരീം ഓതിയിട്ട് ഇഷ്ഫി എന്ന് മന്ത്രിക്കാം. അവരെ മൊത്തത്തിൽ പിടിച്ചിരുത്തിയിട്ട് ഓതാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല. അപ്പം എന്ത് ചെയ്യാം, സൂറത്തു തഹരീം ഒന്ന് ഓതി തീരാറാകുമ്പോൾ അവരുടെ തലയിലേക്ക് എന്ത് ചെയ്യാം, അതങ്ങ് ഇഷ്ഫി എന്ന് മന്ത്രിച്ചാൽ യഷ്ഫിഹില്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിക്ക് ഷിഫാ നൽകും, അതിൽ നിന്ന് മോചനം നൽകും, ആ രോഗത്തിൽ നിന്ന് അള്ളാഹു ശമനം നൽകും, ആ സ്വഭാവത്തെ അള്ളാഹു നീക്കിക്കൊടുക്കും. എന്ത് ചെയ്യാം, ഇത് ഒരു ദിവസം ചെയ്തു മാറിയില്ല, 2 ദിവസം ചെയ്തു മാറിയില്ല, ഇത് ശരിയല്ല എന്നല്ല പറയേണ്ടത്, മറിച്ച് നമ്മൾ ആത്മാർത്ഥമായി ഓതുകയും കഴിവിന്റെ പരമാവധി ദിവസങ്ങളിൽ അത് ചെയ്തു കൊടുക്കുകയും ചെയ്യുക. അള്ളാഹു അതിൽ നിന്ന് വലിയ മോചനം നൽകി അനുഗ്രഹിക്കുന്നതാണ്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് തൗബ ചെയ്ത് മരണപ്പെടാൻ ആഗ്രഹമുള്ളവരാണ് നമ്മളൊക്കെ. ഒരുപാട് തെറ്റുകുറ്റങ്ങൾ വന്നുപോയവരാണ് അല്ലേ. പലപ്പോഴും കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, കൈകാലുകൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചവരാണ്. നാവ് കൊണ്ടൊക്കെ എന്തോരം തെറ്റുകൾ നമ്മൾ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ മോചനം കിട്ടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മൻ ഖറഅ സൂറത്തു തഹരീം, ആരെങ്കിലും ഒരാൾ സൂറത്തു തഹരീം പാരായണം ചെയ്തു, യാ അയ്യുഹൻ നബിയ്യു ലിമ തുഹർരിമു മാ അഹല്ലല്ലാഹു എന്ന സൂറത്ത് ആരെങ്കിലും ഒരാൾ തൗബ നിയ്യത്താക്കി ഓതിക്കഴിഞ്ഞാൽ, അവരുടെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ, അഅതാഹുല്ലാഹു തൗബതൻ നസൂഹ, അള്ളാഹു ആ വ്യക്തിക്ക് തൗബത്തുൻ നസൂഹ, നസൂഹായ തൗബ, കലർപ്പില്ലാത്ത കളങ്കമില്ലാത്ത റബ്ബ് സ്വീകരിക്കുന്ന തൗബ അള്ളാഹു ആ വ്യക്തിക്ക് നൽകും. കാരണം എന്തേ, ഈ സൂറത്തിലാണ് തൗബത്തുൻ നസൂഹ എന്ന പദം അള്ളാഹു പ്രയോഗിച്ചത്. തൗബത്തുൻ നസൂഹ എന്നുള്ള പദം അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചത് ഈ ഒരു സൂറത്തിലാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, ആരെങ്കിലും ഒരാൾ ഈ സൂറത്ത് പാരായണം ചെയ്തു കഴിഞ്ഞാൽ
തൗബത്തുൻ നസൂഹ് അല്ലാഹു വർക്കാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പാപങ്ങളൊക്കെ കഴുകിക്കളഞ്ഞ് വൃത്തിയാക്കി റബ്ബിലേക്ക് മടങ്ങാനുള്ള തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഈ പറഞ്ഞ സംഗതികളൊക്കെ ജീവിതത്തിൽ ഒന്ന് പതിവാക്കാൻ ശ്രമിക്കുക. അല്ലാഹു കടങ്ങളൊക്കെ തീർത്തു തരട്ടെ. കടക്കണിയിൽ മുങ്ങിക്കഴിയുന്ന ആരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാം. നമ്മുടെ കുടുംബത്തിലൊക്കെ ഒരുപാട് കടബാധിതരുണ്ടാവും. എന്താണ് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ അയൽവാസികളിൽ, കൂട്ടുകാരിലൊക്കെ ഉണ്ടാവും. അവർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാം. ഇൻഷാ അല്ലാഹ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് എത്താൻ അത് കാരണമായി തീരും ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ദുആ വസിയത്തുകളൊക്കെ അറിയിക്കുക. അല്ലാഹു എല്ലാവർക്കും റാഹത്ത് നൽകട്ടെ. പ്രശ്നപരിഹാരങ്ങൾക്ക് വിളിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. കഴിവിൻ്റെ പരമാവധി നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഉപകാരമായിരിക്കും. കാരണം വിളിക്കുമ്പോൾ ചിലപ്പോൾ എപ്പോഴും എടുക്കാൻ കഴിഞ്ഞൊന്നും വരില്ല. പിന്നെ ആരെങ്കിലും അങ്ങനെ പ്രയാസമുള്ള ആളുകളുടെ വിളിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഒഴിവുപോലെ ഇൻഷാ അല്ലാഹ് സംസാരിക്കാം. അല്ലാഹു എല്ലാ പ്രയാസങ്ങളും തീർത്തു തരട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.